പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഫേമസായ പാടി നടന്ന ഒരു ഗാനശകലമാണ് കുരിശില്ലാതെ കിരീടമുണ്ടോ, മരണമില്ലാതെ ഉയിർപ്പുണ്ടോ, അരിമണി പോൽ നാം അഴിയണം, അനുദിനം കുരിശുകൾ പേറണം. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശുകൾ ചുമന്നവനാണ് നമ്മുടെ നാഥൻ. അവൻ നമ്മെ ഓർപ്പിക്കുന്നു, കുരിശ് നമ്മെ തളർത്താനുള്ളതല്ല, കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വാസത്തിൻ്റെ വഴിയിൽ ചരിക്കാനുള്ള ശക്തിയാണ് അത് നൽകുന്നത് എന്ന്. 2 മക്കവായർ 7-ാം അധ്യായത്തിലെ ആ അമ്മയും 7 സഹോദരന്മാരും പരസ്പരം ധൈര്യം പകർന്ന കാഴ്ച ഇത് നമുക്ക് അനുസ്മരിക്കാവുന്നതാണ്. മഴവില്ല് കാണണമെങ്കിൽ മഴ പെയ്യണം. അതുപോലെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ സങ്കടം അഭിമുഖീകരിക്കേണ്ടതായി വരും, സഹിക്കേണ്ടതായി വരും. ശരിക്കും ജീവിതത്തിൻ്റെ ഓരോ യാഥാർത്ഥ്യങ്ങളും അങ്ങനെയാണ്. കഷ്ടപ്പാടുകളും വേദനകളുമൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് പറയുന്നത്, സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്ന്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. എന്തുകൊണ്ടാണ് അമ്മമാർ പ്രസവവേദന അനുഭവിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്? ഒരു വേദന, ആ വേദന മറക്കാൻ കഴിയാത്ത ആ വേദന, അത് മക്കളോടുള്ള സ്നേഹമായിട്ട് പരിണമിക്കുകയാണ്. ജീവിത വ്യാപാരങ്ങളിലും ഈ സത്യം യാഥാർത്ഥ്യമാണ്. അധ്വാനത്തിൻ്റെ വിലയറിയുന്നവൻ, വിയർപ്പൊഴുക്കി അധ്വാനിച്ച് സമ്പാദിച്ചവൻ, അധ്വാനത്തിൻ്റെ ഭാരവും വെയിലിൻ്റെ ചൂടും അറിഞ്ഞവൻ, പണം എത്രയുണ്ടെങ്കിലും സൂക്ഷിച്ച് മാത്രമേ, എണ്ണി മാത്രമേ ചിലവഴിക്കൂ. ലോകം ഒരുപക്ഷെ അവനെ പിശുക്കനെന്ന് വിളിച്ചാലും. പണത്തിൻ്റെ മൂല്യം, അധ്വാനത്തിൻ്റെ നൊമ്പരവും അറിയാത്തവൻ ചൂതാട്ടത്തിനും മറ്റ് ലീലാവിലാസങ്ങൾക്കുമൊക്കെയായി അനാവശ്യമായി പണം ചിലവഴിക്കും. അവൻ്റെ മക്കൾ അത് ദൂർത്തടിക്കും. അവൻ ചിലപ്പോൾ എക്സ്ക്യൂസും പറയും, ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചതാ, എൻ്റെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല. സത്യത്തിൽ അതാണ് ഏറ്റവും വലിയ മൂഢത്വം. നിൻ്റെ മക്കളെ നശിപ്പിക്കാൻ നീ തീരുമാനിച്ചു എന്ന് പറയേണ്ടി വരും. നാടിനും വീടിനും വേണ്ടാത്തവരായ അവരെ വളർത്തിയെന്നും. അവൻ മൂല്യങ്ങളോടെ ജീവിക്കാൻ പഠിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും അറിഞ്ഞിരിക്കണം. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ വിശപ്പ് എന്താണ് എന്ന് അറിയണമെന്ന് പറയുന്നത് പോലെ. ഐസായ 53:4 പറയുന്നു, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്ന്. 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നേടിത്തന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. സുഹൃത്തിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുക്കുന്ന, ദുഃഖങ്ങൾ സഹിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ നമുക്കുമില്ലേ? 2 കൊരിന്തോസ് 12:9 പറയുന്നു, എൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി എന്നിൽ പൂർണ്ണമായി പ്രകടമാകുന്നത് എന്ന്. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞവൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ ശക്തി ക്ഷയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ, വരദാനങ്ങൾ കൂടുതലായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുവെന്ന്. അധ്വാനിച്ച് മടുത്ത് വിശന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് അതിയായ സ്വാദ് അനുഭവപ്പെടുന്ന പോലെയാണ്. 3-ാം സ്ഥലത്ത്, കുരിശിൻ്റെ വഴിയിൽ ഈശോ 1-ാം പ്രാവശ്യം വീഴുകയാണ്. കുരിശിൻ്റെ ഭാരവും ശരീരത്തിൻ്റെ ക്ഷീണവും, അതിനേക്കാളെല്ലാം ഉപരി ഒരു മനുഷ്യനാകുക എന്ന യാഥാർത്ഥ്യം എത്രമാത്രം ബലഹീനനാവുക എന്നതാണ് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ പിതാവിന് കാണിച്ചു കൊടുക്കുകയാണ്. യോഹന്നാൻ 17:11 ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി. എന്താണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്? ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ലോകത്തിലായതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ അവർക്ക് കൂടുതലായി വേണമെന്ന് പ്രാർത്ഥിച്ച ഈശോ ഇന്ന് അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ആവശ്യകത എത്രമാത്രം ആണ് എന്ന് ഈ വീഴ്ചയിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ഒപ്പം ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഏത് നിമിഷവും നാം വീണുപോകാമെന്നും അതിനാൽ ദൈവിക കൃപയിൽ നിലനിൽക്കണമെന്നും. കാരണം പരീക്ഷകൻ ഏത് നിമിഷവും കടന്നു വരും. ചിലപ്പോൾ അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കാം. മത്തായി 4:2 പറയുന്നത് പോലെ കല്ലുകളെ അപ്പമാക്കുവാൻ ആജ്ഞാപിച്ചുകൊണ്ട്. ചിലപ്പോൾ ഭൂമിയിലെ എല്ലാ അധികാരങ്ങളും ആധിപത്യങ്ങളും മഹാത്മ്യവും ഒക്കെ കാണിച്ചു തന്നുകൊണ്ട് നമ്മെ കീഴ്പ്പെടുത്താനായിരിക്കാം. മത്തായി 4:8 പറയുന്നത് പോലെ. വേറെ ചിലപ്പോൾ നിൻ്റെ അധികാരവും യോഗ്യതകളും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, നീ വലിയവനാണ് എന്ന് തെളിയിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചുകൊണ്ടായിരിക്കാം. മത്തായി 4:6. ദൈവിക ഐക്യത്തിൽ നിന്ന് വേർപെടുന്ന ആ നിമിഷം
വീഴ്ച അല്ലെങ്കിൽ അധപതനം നമുക്ക് സാധ്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക കൂടിയാണ്. പാപത്തിൽ, നിരാശയിൽ, സന്തോഷമില്ലായ്മയിൽ, അത്യാഗ്രഹത്തിൽ, ധനമോഹത്തിൽ ഒക്കെ നാം വീഴും. അപ്പോഴേ ലോകം വിധിയെഴുതും, നീ തോറ്റുപോയി, നീ വീണുപോയി എന്ന്. അപ്പോഴാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക, നീ ദൈവപുത്രനാണ്, നിനക്ക് ശക്തിയുണ്ട്, നീ എഴുന്നേൽക്കുക, മുന്നേറുക. ഒപ്പം കുരിശുമായി വീണവൻ, കുരിശിനെയും മരണത്തെയും തോൽപ്പിച്ചവൻ എൻ്റെ വീഴ്ച മനസ്സിലാക്കുന്നവനാണ് എന്നും അവനിൽ വിശ്വസിച്ച് ഞാൻ തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ അവൻ ഒരുക്കമാണ് എന്നും എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ലൂക്കാ 15:20. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ബലഹീനതകളെ തിരിച്ചറിയുവാനും വീഴാതിരിക്കുവാനും വീണുപോയാൽ എഴുന്നേൽക്കുവാനുമുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകണമേ.